തുടർക്കഥ അയാൾക്കും പറയുവാനുണ്ടായിരുന്നു. ഭാഗം 3. രചന അവതരണം കാവേരി ശ്രീനി. എവിടേക്കാ മോളെ എന്ന അമ്മയുടെ ചോദ്യത്തിന് നിസ്സഹായതയുടെ നോട്ടം മാത്രമായിരുന്നു. അവർ ഓടി അടുത്തു വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞവൾ ആ മാതാവിന്റെ മാറിലേക്ക് ചാഞ്ഞു. സാരമില്ല മോളെ, എല്ലാം ശരിയാകും. നമുക്ക് ആ വക്കീലിനെ പോയി കാണാം. വിവാഹമോചനത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാം. കാലം മായ്ക്കാത്ത മുറിവുകളില്ല കുഞ്ഞേ. അമ്മയുടെ ആ വാക്കുകൾ കേട്ടവൾ പൊട്ടിച്ചിരിച്ചു. പരിഭ്രാന്തിയോടമ്മ അവളുടെ മാറ്റത്തെ നോക്കി. മോളെ, നീ എന്താ ഇങ്ങനെ? നിനക്ക് ഞങ്ങളില്ലേ? അതെ, പണ്ട് നിങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ എന്നെ എന്തിനാണ് മറ്റൊരുത്തന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തത്? അവന്റെ കാൽക്കീഴിൽ കിടന്ന് ഞെരിഞ്ഞമർന്ന ദിനങ്ങൾ അത് നിങ്ങൾക്ക് തിരികെ തരാൻ സാധിക്കുമോ? ഞാൻ കരഞ്ഞു പറഞ്ഞതല്ലേ പഠിക്കണമെന്ന്. ജോലി നേടി സ്വന്തം കാലിൽ നിന്നിട്ടും മതി വിവാഹമെന്ന്. കേട്ടില്ലല്ലോ. എന്നിട്ടിപ്പോൾ? അതെ, ചില കാര്യങ്ങൾ അങ്ങനെയാണ് കുഞ്ഞേ. അച്ഛൻ പണ്ട് പറയാറുള്ളത് പോലെ അനുഭവം വന്നേ പഠിക്കൂ. പക്ഷെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും ഇപ്പോഴാണ് അച്ഛൻ പോലും മനസ്സിലാക്കുന്നത്. മണ്ണുപുരണ്ട ദേഹവുമായി എത്തിയ ആ അച്ഛൻ വിങ്ങലടക്കാനാവാതെ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് അംഗീകരിക്കൂ. എനിക്ക് പഠിക്കണം, പഠിച്ച് ജോലി നേടണം. പിതാവിൻ്റെ മുന്നിൽ തൊഴുകൈയുമായി നിന്നവൾ യാചിച്ചു. അഡ്മിഷൻ എടുക്കാനായി വീണ്ടും അച്ഛൻ്റെ കയ്യിൽ തൂങ്ങിപ്പോകുമ്പോൾ വിവാഹിതയാണെന്നോ വിവാഹമോചിതയാകാൻ പോകുന്ന ആളാണ് താനെന്നോ ഉള്ള ഒരു ഭാവവും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല. ആ കാർമേഘക്കൂട്ടിനെ മറയ്ക്കാൻ പാകത്തിന് മഴവിൽ വർണ്ണങ്ങൾ ആ മുഖത്ത് അഴകോടെ ചിരിച്ചു നിന്നു. വിശാലമായ മുറ്റത്ത് അതിമനോഹരമായി അണിയിച്ചൊരുക്കിയ ബോഗൻ വില്ലകൾക്കു നടുവിലൂടെ നടക്കുമ്പോൾ ആ കടലാസ് പൂക്കൾ വരവേൽക്കും പോലെ അവളിൽ പെയ്തുകൊണ്ടിരുന്നു. ഓഫീസ് റൂമിന്റെ വാതിക്കലെത്തി അകത്തേക്കുള്ള അനുവാദത്തിനായി കാത്തു നിൽക്കെ പെട്ടെന്നാണ് അവൾ ആ മുഖം ശ്രദ്ധിച്ചത്.